എല്ലാവർക്കും നമസ്കാരം. യുദ്ധാരംഭം ആയിരുന്നല്ലോ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ യുദ്ധാരംഭത്തിൽ ഈ ശുകൻ എന്ന് പറയുന്ന രാവണദൂതൻ രാമനെ സന്ദർശിച്ച് രാവണൻ്റെ ദൗത്യം അറിയിക്കുകയും അതിന് ശേഷം ഈ ശുകനെ തിരിച്ച് ലങ്കയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. എന്നിട്ട് രാവണനോട് ചെന്ന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് അയാൾ അതുപോലെ തന്നെ ചെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ അയച്ചതിന് ശേഷം ശ്രീരാമൻ സമുദ്രക്കരയിൽ ശിവൻ്റെ ബിംബം പ്രതിഷ്ഠിച്ചിട്ട് ഇവിടെ ആരാധന നടത്തിയിട്ട് വേണം എന്ത് കാര്യവും തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശിവനെ അവിടെ സ്ഥാപിച്ചു വെച്ചു. മംഗളസ്വരൂപനാണ് ശിവൻ എന്നുള്ളത് കൊണ്ടാണ് ഹിംസാശീലോ സിംഹശബ്ദോ വശിത്വശീലോ ശിവസ്മൃതോ എന്ന് പ്രമാണമുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ശിവനെയും ഗണപതിയെയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കർമ്മം ആരംഭിക്കുന്നത്. ആരംഭം എന്നാണ്, ആരംഭം എന്നുള്ള പ്രവൃത്തി എന്നാണ് അർത്ഥം. ആ പ്രവൃത്തി ഗുണകരമായ ഫലത്തെ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത്. നമ്മുടെ ശ്രദ്ധ, ബുദ്ധി, യുക്തി, താല്പര്യം, അഭിനിവേശം, ഈ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ പ്രത്യാശകൾ, ഇതെല്ലാമാണ് ഒരു കർമാനുഷ്ഠാനത്തിൻ്റെ ആരംഭത്തിൽ ദേവതാപൂജ നടത്തുന്നത് കൊണ്ട് സാധ്യമാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതും ഈ സേതു ബന്ധിച്ചിട്ട് ആ സേതുബന്ധത്തെ ബന്ധനത്തിലൂടെ ആ പാലത്തിലൂടെ നടന്ന് ലങ്കയിലേക്ക് പ്രവേശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് ഇയാൾ നേരെ പോയി രാവണൻ്റെ അടുത്ത് ചെന്നു. രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ശുകൻ അവിടെ ചെന്നിട്ട് ഈ സന്ദേശങ്ങളെല്ലാം ദൗത്യം എല്ലാം അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാണ്ടന്മാർ എല്ലാം അണിനിരന്നിട്ടുണ്ട് യുദ്ധത്തിന്. അതിശക്തമായ യുദ്ധമാണ് നടക്കുക. ഹനുമാൻ അതിശക്തനായിട്ട്, ഇവിടെ വന്ന ആളുണ്ടല്ലോ അയാൾ അതിശക്തനായിട്ട് അവിടെ ഉണ്ട്. ഇവിടെ വന്ന് സീതയെ കണ്ടിട്ട് പോയില്ലേ ഒരാൾ, അയാളാണല്ലോ നമ്മുടെ അക്ഷയകുമാരനെയൊക്കെ കൊന്നതുമൊക്കെ. മഹാശക്തനാണ്. അതുപോലെ ശക്തിയുള്ള വാനരന്മാർ വേറെയുമുണ്ട്. സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിലാണ് ഇവരെല്ലാം ഉള്ളത്. പിന്നെ ഒരു ശരഭൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ അതീവ ശ്രേഷ്ഠനായ ഒരു വാനരാണ്, വലിയ ബലശാലിയാണ്, അയാളെ തോൽപ്പിക്കാൻ വലിയ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞു. അത് മൈന്ദൻ, ദ്വിവിധൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രീരാമൻ്റെ ഇരുവശത്തും വേറെ നിൽപ്പുണ്ട്. അവരും അതീവ ശക്തന്മാരാണ്. ചുരുക്കത്തിൽ ശക്തിയുടെ കാര്യം പറഞ്ഞു വന്നാൽ ഈ രാക്ഷസ വംശത്തിന് ഒന്നും നേരിടാൻ പോലും കഴിയാത്തവണ്ണമുള്ള ശക്തിയാണ് രാമനെ സംബന്ധിച്ചുള്ളതെന്ന് ശുകൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് രാവണനെ. പക്ഷെ രാവണൻ അതൊന്നും കയറി ഇഷ്ടപ്പെടുന്നില്ല. രാമൻ മനുഷ്യനല്ല, ആദിനാരായണനാണ്. സീത പ്രപഞ്ചത്തിന് കാരണഭൂതയായ മായാശക്തിയാണ്. പരമപുരുഷനായ രാമൻ്റെയും മായാശക്തിയായ സീതയുടെയും സാന്നിധ്യം കൊണ്ടാണ് ഈ ചരാചരമായ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണമായി വരുന്ന ഈ പ്രകൃതിയും പുരുഷനും ഈ രണ്ട് സങ്കല്പമാണ്. അതാണ് പുരുഷനെ കൊണ്ട് സൃഷ്ടികർമ്മത്തിൻ്റെ രക്ഷാകർതൃത്വം നടത്തുകയും അതിനെ ഏറ്റുവാങ്ങി സഫലമായ ഒരു സൃഷ്ടിയായി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രകൃതി. ഈ രണ്ട് ഭാവവുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അവരിരുവരും ഈ ലോകത്തിൻ്റെ മുഴുവനും അച്ഛനും അമ്മയുമാണ്, മാതാപിതാക്കളാണ്. അത് ശിവനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും അങ്ങനെ പറയും, രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും അങ്ങനെ പറയും, കൃഷ്ണനെക്കുറിച്ചും രുക്മിണിയെക്കുറിച്ചും അങ്ങനെ പറയും, ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ഥിരം ഒരു ഏർപ്പാടാണ്. അങ്ങനെയുള്ള ഈ ദ്വന്ദ്വത്തെ, സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഈ അതിനെ ദ്വന്ദ്വം എന്നാണ് പറയുന്നത്. ഈ ദ്വന്ദ്വത്തെ നമ്മുടെ ആരാധനയുടെ കേന്ദ്രമാക്കി നമ്മുടെ ചൈതന്യത്തിൻ്റെയും നമ്മുടെ ജീവിതാവസ്ഥകളുടെയും ആരംഭ ഭാവമായി കൽപ്പിച്ച് ആരാധിച്ചും പരിഗണിച്ചും വരുന്നുണ്ട്. ഈ പ്രപഞ്ചം എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷത്തിലും നശിക്കുന്നതാണ് ഈ ശരീരം. ആകാശ ആദി പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് ശരീരമെന്നും 24 മഹാതത്വങ്ങൾ ചേർന്നിട്ടാണ് അതുണ്ടായിട്ടുള്ളതെന്നും ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതെന്നും മറ്റൊക്കെ ഉള്ള അല്പം വേദാന്ത സംബന്ധമായ കാര്യങ്ങൾ കൂടിയാണ് ഇയാൾ പറഞ്ഞു കേൾപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല
അങ്ങ് പുലസ്ത്യ മഹർഷിയുടെ പൗത്രനല്ലേ? പുലസ്ത്യൻ്റെ മകനാണ് വിശ്രവസൻ്റെ മകനാണ് ഈ രാവണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുലസ്ത്യ മഹർഷിയുടെ പൗത്രനല്ലേ? അതിനാൽ ജാതി ബ്രാഹ്മണ്യം അങ്ങയ്ക്കുണ്ട്, ജന്മബ്രാഹ്മണ്യം അങ്ങയ്ക്കുണ്ട്, വെറും ഈ രാക്ഷസീയത മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും സകലവിധമായ പ്രപഞ്ച ആസക്തികളെയും അങ്ങ് ജയിക്കുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തനായി തീർന്നിട്ട് സാക്ഷാൽ പരമാത്മാവിൻ്റെ ഭാവത്തിലേക്ക് സജ്ജന സംസർഗം കൊണ്ട് ഉയരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ എല്ലാവരും സ്വീകരിക്കുന്ന പരിഗണിക്കുന്ന രാമപാദങ്ങളെ ശരണം പ്രാപിക്കൂ രാവണ എന്നാണ് ഈ ശുകൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ രാവണൻ കോപിക്കുന്നുണ്ട്. അവിടെയാണ് ശുകൻ്റെ പൂർവ്വവൃത്താന്തം നമ്മൾ അറിയുന്നത്. അജ്ഞാനത്തെ എല്ലാം നശിപ്പിക്കത്തക്കവണ്ണമുള്ള ശുകൻ്റെ ഉപദേശം രാവണന് സ്വീകരിച്ചില്ല. 20 കണ്ണുകളും ഉരുട്ടി വീഴിച്ച് ദഹിപ്പിക്കത്തക്കവണ്ണം ശുകനെ നോക്കിക്കൊണ്ട് കഠിനമായി ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ബുദ്ധി ദൂഷിച്ചവനെ, എൻ്റെ ദാസനായി ജീവിക്കുന്ന നീ എന്നോട് ഗുരുവിനെ പോലെ ഉപദേശിക്കുന്നോടാ. നിനക്കെന്താ അതിനുള്ള കാര്യം? ഞാൻ 3 ലോകങ്ങളെയും ശാസിക്കുന്നവനെയും എനിക്കിഷ്ടമായി നടത്തുന്നവനുമാണെന്ന് നിനക്കറിയാമോ? അങ്ങനെയുള്ള എന്നെ ശാസിക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? അതാണ് എൻ്റെ അത്ഭുതം. നിനക്ക് എങ്ങനെ എന്നോട് സംസാരിക്കാൻ ധൈര്യം വന്നു? നിൻ്റെ ഉപദേശത്തിന് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുമായിരുന്നു. പക്ഷേ മുമ്പ് നീ എനിക്ക് ചെയ്ത സേവനങ്ങളുണ്ടല്ലോ, അതെനിക്ക് മറക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാത്തത്. അതിനാൽ ഞാൻ തൽക്കാലം നിന്നെ കൊല്ലുന്നില്ല. മൂഢനായ നിന്നെ ഇനി എൻ്റെ മുമ്പിൽ കണ്ടേക്കരുത്. നീ പൊയ്ക്കോളൂ. നിൻ്റെ വാക്കുകൾ തുടർന്ന് കേൾക്കാൻ എനിക്ക് ക്ഷമയില്ല. വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ആ ശുകനെ അവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഈ ശുകൻ്റെ പൂർവ്വവൃത്താന്തം കവി നമ്മളോട് പറഞ്ഞു തരുന്നത്. ശുകൻ എന്ന് പറയുന്നത് പണ്ടൊരു ബ്രാഹ്മണനായിരുന്നു. വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ഈ ശുകൻ. ശുകസാരണന്മാരിൽ ശുകനാണ്. അപ്പോൾ അതിൽ ആ ശുകൻ്റെ കഥയായി പറയുന്നത്. വേദം പഠിച്ചിരുന്നു. കുറച്ചു കാലത്തെ ഗാർഹസ്ഥ്യ ജീവിതം, ഭാര്യത്തൊക്കെയുള്ള ഗാർഹസ്ഥ്യ ജീവിതത്തിന് ശേഷം അദ്ദേഹം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഭാര്യയോടൊന്നിച്ച് തപസ്സിനായി കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയി കഠിനമായ തപസ്സൊക്കെ ചെയ്തു. ദേവന്മാരുടെ അഭിവൃദ്ധിക്കും അസുരന്മാരുടെ ക്ഷയത്തിനും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അതുപോലെ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ കാട്ടിൽ വെച്ച് വലിയൊരു യാഗം ഇദ്ദേഹം ചെയ്തു ഈ ശുകൻ. ആ യാഗം ചെയ്യുന്ന സമയത്ത് അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഈ ശുകനോട് വലിയ വിരോധമായി. കാരണം തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വിരോധമായി. വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ, വജ്രദംഷ്ട്രൻ എന്നയാളുടെ പേര്, ഇയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് വിചാരിച്ച് ശുകൻ്റെ ആശ്രമത്തിൽ അഗസ്ത്യൻ ഒരിക്കൽ ഈ ശുകനെ സന്ദർശിച്ച സമയത്ത് അവിടെ ചെന്നു. അഗസ്ത്യമുനി വന്നു, വേണ്ടുന്ന ഉപചാരങ്ങളെല്ലാം നടത്തി. വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ ഭക്ഷണം തരാം, അങ്ങ് കുളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അടുത്തുള്ള നദിയിലേക്ക് അഗസ്ത്യൻ ഈ സ്നാനകർമ്മങ്ങൾക്ക് വേണ്ടി പോയി. ഈ സമയത്ത് ഈ വജ്രദംഷ്ട്രൻ അഗസ്ത്യമുനിയുടെ വേഷത്തിൽ തന്നെ വന്നു, ഈ ശുകൻ്റെ അടുത്ത് വന്നു. എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ആടിൻ്റെ മാംസം ചേർത്തുള്ള ഭക്ഷണം വേണമെന്ന് ഞാൻ ഏറെ നാളായി കഴിച്ചിട്ട്. അജമാംസമാണ്. പിന്നെ അജമാംസ രസായനം എന്നൊക്കെ ഒരു രസായനം ഉണ്ട് ആയുർവേദത്തിൽ. അജമാംസ രസായനം എന്ന് പറയും. ആടിൻ്റെ മാംസം പിന്നെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്താണ് അത് ലേഹ്യം ഉണ്ടാക്കുന്നത്. അത് ഇപ്പോൾ വൈദ്യന്മാരൊക്കെ ചെയ്യുന്നത് ആടിൻ്റെ മാംസം നേരിട്ട് അങ്ങ് പിന്നെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയല്ല, ആടിൻ്റെ മാംസം എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക ചെയ്യുന്നത്. ഈ കദളി രസായനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ പഴം അങ്ങ് നുറുക്കി ചേർക്കുക എല്ലാവരും ചെയ്യുന്നത്. കദളി രസായനം അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. കദളി പഴം ഇടിച്ച് പിന്നെ നീരെടുക്കുക ചെയ്യുന്നത്. ഇടിച്ചെന്നല്ല, പിന്നെ തോർത്തിനകത്ത് പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. കുറച്ച് നല്ല ഉമി, കഴുകി ഉണക്കി വച്ചിരിക്കുന്ന ഉമി തോർത്തിനകത്തിട്ടിട്ട്, ഇരയിടം തോർത്താണ്, അതിനകത്തിട്ടിട്ട് ഈ കദളിപ്പഴം തൊലി കളഞ്ഞിട്ടിട്ട് നല്ലതുപോലെ കെട്ടി ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ എസൻസ് എടുക്കും. എന്നിട്ടാണ് ഈ കദളി രസായനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പിന്നെ വൈദ്യന്മാർ ആരും ചെയ്യുന്നില്ല. കദളി പഴം എടുക്കുക, തൊലി കളയുക, നുറുക്കി അങ്ങ് ഇടുക ചെയ്യുക. ഇതുപോലെ ഓരോ ആയുർവേദത്തിലെ ഓരോ മരുന്നുകൾ തന്നെ അതിൻ്റേതായ വിധിയുണ്ട്. അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുകയില്ല. പിന്നെ അതെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന കൃതിയുണ്ട്. അതിനകത്ത് തന്നെ ചികിത്സിത സ്ഥാനം, നിദാന സ്ഥാനം, സൂത്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഈ മരുന്നൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്.
വളരെ രസമാണ്. ആയുർവേദമൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ നല്ല രസമാണ്. ഇരിക്കട്ടെ. അങ്ങനെ ഇയാൾ ഈ അജമാംസം കൂട്ടിയ അല്ലെങ്കിൽ ആടിൻ്റെ മാംസത്തിൻ്റെ കറിയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഈ വജ്രദംഷ്ടൻ വേഷപ്രച്ഛനായി അഗസ്ത്യമുനിയുടെ വേഷത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു. അതൊക്കെ തരാം, അനന്ത തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അകത്ത് പോയപ്പോൾ മായാവിദ്യ കൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ മയക്കി കിടത്തി. ഈ വജ്രദംഷ്ടൻ ശുഗൻ്റെ ഭാര്യയെ മയക്കി കിടത്തി. അങ്ങനെ മയക്കി കിടത്തിയിട്ട് പിന്നെ ആ ഭാര്യയുടെ രൂപം ധരിച്ചിട്ട് ഏതോ ഒരു മനുഷ്യനെ കൊന്ന് കറി വെച്ചിട്ട് ഒക്കെ പിന്നെ ആഹാരമെല്ലാം ശരിയാക്കി മുനി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കറിയാണ് വിളമ്പിയപ്പോൾ മാംസത്തിൻ്റെ ഗന്ധം വരുന്നു. അഗസ്ത്യൻ ചാടി എഴുന്നിട്ട് ദേഷ്യപ്പെട്ടു. എന്താ ഇത് ചെയ്തിരിക്കുന്നത്? എന്താണ് കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണം എനിക്ക് തരുന്നത്? എനിക്ക് മാംസാഹാരം തരുന്നു? നീ മനുഷ്യനെ തിന്നുന്ന രാക്ഷസനായി ജനിക്കട്ടെ എന്ന്. അഗസ്ത്യൻ്റെ ശാപമല്ലേ? ദുർവാസാവിൻ്റെ ശാപം പോലെ തന്നെ കടുതരമാണ് ഈ ശാപം. ശുഗൻ സങ്കടത്തോടെ പറഞ്ഞു, മഹർഷി, അങ്ങല്ലേ അല്പസമയം മുമ്പ് എന്നോട് മാംസാഹാരം ആവശ്യപ്പെട്ടത്, എന്നിട്ട് എന്നെ ഇപ്പോൾ ശപിക്കുന്നുവല്ലോ, കഷ്ടം തന്നെ എന്നും പറഞ്ഞ് കരഞ്ഞു. ഇത് കേട്ട് അഗസ്ത്യ മഹർഷി അല്പനേരം ധ്യാനനിമഗ്നനായിട്ടിരുന്നു. അപ്പോൾ അന്തർനേത്രത്തിൽ യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വന്നു. അതാണ് ഈ യോഗബലമുള്ള ആളുകൾക്ക് അത് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മനസ്സും മറ്റുള്ളവരുടെ ഭൂതകാലങ്ങളും ഭാവി കാലങ്ങളും ഒക്കെ കാണാൻ കഴിയും. അതാണ് ഈ അന്തർദൃഷ്ടിക്ക് അങ്ങനെയൊരു സവിശേഷതയുണ്ട്. അത് വികസിപ്പിച്ചെടുക്കാൻ നമുക്കും സാധിക്കുന്നതാണ്. ആ ഊഹമാണ്. ആ ഊഹം ദൃശ്യമായി നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. അഷ്ടൈശ്വര്യ സിദ്ധികളിലൂടെയാണ് ഇത് പ്രാപിക്കാൻ കഴിയുക. അഗസ്ത്യന് സിദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അകക്കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അല്പം പശ്ചാത്താപത്തോടുകൂടി ശുഗനോട് ഈ അഗസ്ത്യമുനി പറഞ്ഞു, അങ്ങയെ ദ്രോഹിക്കാൻ അവസരം കാത്തിരുന്ന ഒരു രാക്ഷസൻ്റെ മായാവിദ്യയാണിത്. അതിനെപ്പറ്റി എനിക്കാദ്യം മനസ്സിലായില്ല. അത് ആലോചിക്കാതെ ഞാൻ അങ്ങ് ശപിച്ചു പോയി. എന്തായാലും ശപിച്ചതല്ലേ, അതിനി സംഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ തന്നെ ശപിച്ചതാണ്. ഇനി എനിക്ക് ശാപം തിരിച്ചെടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് നേരെ രാക്ഷസനായി തീർന്ന് രാവണൻ്റെ ഈ ത്രിലോകപുരന്തരനായി ആ ലങ്ക ഭരിക്കുന്ന ഒരു രാക്ഷസനെ അറിയാമല്ലോ, രാവണൻ. ആ രാവണൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അനുചരനായി കുറച്ചു കാലം ലങ്കയിൽ പോയി താമസിച്ചിട്ട് കുറേ കാലം കഴിയുമ്പോൾ വിഷ്ണു ഭഗവാൻ ദശരഥപുത്രനായ രാമനായിട്ട് അവതരിക്കും. ആ അവതരിക്കുന്ന സമയത്ത് അങ്ങൊരു കാര്യം ചെയ്യും, അദ്ദേഹത്തിന് ദൗത്യം അങ്ങയെ ഏൽപ്പിക്കും. പോയി പറയാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ രാജാവ് ഏൽപ്പിക്കും. രാക്ഷസ രാജാവായ രാവണനെ ഏൽപ്പിക്കും. അത് രാമനോട് പോയി പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇയാൾക്ക് ജ്ഞാനോപദേശം ചെയ്യുക, രാവണന് ജ്ഞാനോപദേശം ചെയ്യുക. അതിനുശേഷം നേരെ അങ്ങ് യാഗം ചെയ്തിട്ട് നേരെ ആത്മസാഫല്യം പ്രാപിക്കുക. അതേ ഉള്ളൂ ഇനി മാർഗം എന്ന് പറഞ്ഞു. തപസ് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി അങ്ങ് പോയി. അങ്ങനെയാണ് ഈ ശുഗൻ രാക്ഷസൻ്റെ ജന്മം എടുക്കുന്നതും ഇങ്ങനെ ഇപ്രകാരം ഈ രാവണനോട് ജ്ഞാനോപദേശം ചെയ്യുന്നതും മറ്റുമൊക്കെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഇളങ്ങ അടിച്ചിറക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സാരോപദേശങ്ങൾ നടത്തുന്നുണ്ട് ഈ രാവണൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ്. അതൊരു ആവശ്യമാണ്. കാരണം ആകുന്നെങ്കിൽ ആകട്ടെ എന്നാണ്. ഈ ശ്രീകൃഷ്ണൻ പണ്ട് പിന്നെ കൗരവരോട് പിന്നെ യാചിക്കാൻ പോയില്ലേ, യുദ്ധം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവസാനം ഏറ്റവും ഒടുവിൽ കൃഷ്ണൻ പറഞ്ഞത് എന്താ? പാണ്ഡവർക്ക് അർദ്ധരാജ്യം കൊടുക്കണം. ദുര്യോധനൻ പറഞ്ഞ് കൊടുക്കുകയെന്ന് പറഞ്ഞു. അർദ്ധരാജ്യം കൊടുത്തില്ല, ഒരു കാര്യം ചെയ്യും, 5 ഗ്രാമങ്ങൾ കൊടുക്ക്. പകുതി രാജ്യം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ 5 ഗ്രാമം കൊടുക്ക്. ഇല്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും താമസിക്കാൻ ഒരു 5 വീട് കൊടുക്കടേ എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൊടുക്കില്ല. എന്നാൽ എല്ലാവർക്കും താമസിക്കാൻ 1 വീട് കൊടു. അപ്പോൾ ദുര്യോധനൻ ദേഷ്യത്തോടെ ചാടി എഴുന്നിട്ട് പറഞ്ഞൊരു സൂചി കുത്ത സ്ഥലം കൊടുക്കുകയില്ലെന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? സാമം, ഭേദം, ദാനം, ദണ്ഡം, ചതുരുപായങ്ങളും അവിടെ പ്രയോഗിക്കുക. അപ്പം അതിൽ 3 ഉപായങ്ങൾ പ്രയോഗിച്ചു. അടുത്തതിന് ദണ്ഡമാണ്. ആ ദണ്ഡം എന്ന് പറഞ്ഞാൽ ദണ്ട് കൊണ്ടുള്ളത് ആ യുദ്ധം എന്ന് പറയുന്നത്. അവസാനം പിന്നെ ആ യുദ്ധം വേണ്ടി വന്നു. അങ്ങനെയാണല്ലോ മഹാഭാരത യുദ്ധം ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും ആ കഥയൊക്കെ. അതുപോലെ ഇവിടെയും ഈ രാവണൻ്റെ മനസ്സ് താമസ പ്രൗഢിയുള്ള മനസ്സാണ്. അപ്പോൾ താമസ സ്വഭാവത്തെ ഒന്ന് മാറ്റിയെടുത്ത് അതിൽ അല്പമെങ്കിലും രാജസമോ സാത്വികമോ കലർത്തിയെടുത്താൽ കുറച്ച് നന്നാവും. ദുഷ്ടകർമ്മങ്ങൾ കുറേയെങ്കിലും ഒഴിവാകും. കുറഞ്ഞ പക്ഷം സ്വന്തം വംശത്തെയെങ്കിലും നിലനിർത്താനും സംരക്ഷിക്കാനും ഒക്കെ ഇട കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഈ പല ഉപായങ്ങൾ പരിശോധിച്ച് നോക്കുന്നത്. മനസ്സംസ്കരണം അതാണ്.
രാമനോട് തന്നെ ഒരിക്കൽ ഒരു തവള പറയുന്നുണ്ട്, ഒരിക്കൽ മനഃകൃതം കൃതം രാമ എന്ന ശരീരകൃതം കൃതം എന്ന് പറയുന്നുണ്ട്. അത് ഈ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന സീതയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് സമുദ്രത്തിൽ വന്ന് ഈ മരകൂരി അഴിച്ചു വെച്ചിട്ട് സമുദ്രത്തിൽ ഈ ദേഹം ശുദ്ധമാക്കാൻ വേണ്ടി ഇറങ്ങി, കുളിക്കാൻ വേണ്ടി സ്നാനത്തിന് വേണ്ടി ഇറങ്ങി ഒരു അമ്പെടുത്ത് തറയെ കുത്തി വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ മരകൂരി ഇടുന്നത്. അപ്പോൾ ഈ അമ്പങ്ങനെ കുത്തി ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ അയ്യോ 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 എന്ന് നിലവിളിച്ചപ്പോൾ എന്താ അതെന്ന് ലക്ഷ്മണൻ അത് എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പോയി അത് ഇങ്ങനെ പൊക്കിയെടുത്തു. അമ്പ പൊക്കിയെടുത്തപ്പോൾ അതിനകത്ത് ചോര. ആ ജ്യേഷ്ഠ ഇത് അമ്പൻ്റെ തുമ്പിൽ ചോട്ടിലിങ്ങനെ ചോര ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. രാമൻ ഓടി വന്ന് നോക്കിയപ്പോൾ ചോര. അവിടെ മണ്ണ് മാന്താൻ പറഞ്ഞു. മണ്ണ് മാന്തിയപ്പോൾ അവിടെ ഒരു തവള ഇരിക്കുന്നു. ആ തവളയുടെ ദേഹത്തു നിന്നാണ് ഈ ചോര. തവളയുടെ ദേഹത്താണ് ഈ അമ്പ് തറഞ്ഞു പോയത്. അപ്പോൾ ദയനീയനായിട്ട് കാരുണ്യവാനായിട്ട് ആർദ്രാനുതാപലോലനായി എന്ന് പറയും. ആർദ്രതയും അനുതാപവും സഹാനുഭൂതിയൊക്കെ കലർന്നിട്ട് രാമൻ ചോദിച്ചു, പിന്നെ മണ്ഡൂകമേ, തവള എന്നാണ്, മണ്ഡൂകമേ നീ എന്താണ് ഒന്ന് കരയാഞ്ഞത്? ഞാനിവിടെ ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ കുത്തുമായിരുന്നോ? എന്ത് കഷ്ടമായിപ്പോയി, ഞാൻ അറിയാതെ ചെയ്ത കാര്യമാണ്. അപ്പോൾ തവള പറഞ്ഞു, ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ വിളിക്കാറുള്ളത് രാമരാമ രക്ഷിക്കണേ രക്ഷിക്കണേ, രാമ രക്ഷിക്കണേ എന്നാണ് നിലവിളിക്കാറുള്ളത്. ആ ആൾ തന്നെ ഇതെന്നെ ഇങ്ങനെ ശിക്ഷിച്ചപ്പോൾ ഞാൻ പിന്നെ ആരെയും നിലവിളിക്കാനാ, ആരോട് പറഞ്ഞ് കരയാനാ എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മനസ്സംസ്കരണം ഉണ്ടാകണം ഏത് വിധത്തിലായാലും. ആ മനസ്സംസ്കരണം ഉണ്ടാവുക എന്ന് പറയുക എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സംസ്കരണം ഉണ്ടാകുന്നത്? മനസ്സംസ്കരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യം പശ്ചാത്താപമാണ്. ചെയ്തതിനെക്കുറിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ദുഃഖിക്കുക എന്നുള്ളതാണ്. ആ പശ്ചാത്താപത്തിൽ നിന്നുണ്ടാകുന്ന കണ്ണീരിന് വലിയ വിലയുണ്ട്. എന്തായാലും ശരി, ഇവിടെ രാവണൻ്റെ മനസ്സ് മാറട്ടെ എന്ന് കരുതിയാണ് പല ആളുകളെ കൊണ്ട് സാരോപദേശങ്ങൾ പലതും ചെയ്യിക്കുന്നത്. അങ്ങനെ ചെയ്യിച്ച് എൻ്റെ ഒരു ഭാഗമാണ് ശുഗൻ പറഞ്ഞത്. ഇനിയും കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ ശുഗൻ അങ്ങ് വന്നു പോയതിന് ശേഷം മാല്യവാൻ രാവണൻ്റെ സമീപത്തേക്ക് വന്നു. രാവണൻ്റെ അമ്മയായ കൈകസയുടെ അച്ഛനാണ് സുമാലി. ആ സുമാലിയുടെ ജ്യേഷ്ഠനാണ് ഈ മാല്യവാൻ എന്ന് പറയുന്നത്. രാവണൻ്റെ അമ്മയുടെ വലിയച്ഛൻ ആണ് ഈ മാല്യവാൻ. ഈ മാല്യവാൻ വന്നു ശാന്തമായ മനസ്സോടെ. നീതിമാനാണ് അദ്ദേഹം, ബുദ്ധിശാലിയാണ്, പിന്നെ അധർമ്മത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആളാണ്, വൃദ്ധനാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പണ്ഡിത വൃദ്ധൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രായവൃദ്ധനെന്നും പണ്ഡിതവൃദ്ധനെന്നും പറയും. പ്രായം കൊണ്ട് വാർദ്ധക്യം ബാധിച്ചവനും പാണ്ഡിത്യം കൊണ്ട് വാർദ്ധക്യം ബാധിച്ചവനും രണ്ട് വൃദ്ധന്മാരാണ്. ഇത് രണ്ടുമാണ് ഇയാൾ. ഈ മാല്യവാൻ പ്രായവൃദ്ധനുമാണ്, അതായത് വയോവൃദ്ധനുമാണ്, പണ്ഡിതവൃദ്ധനുമാണ്. ആ മാല്യവാൻ ശാന്തമായ മനസ്സോടെ രാവണനോട് പറഞ്ഞു, രാവണ മഹാരാജൻ, രാക്ഷസ രാജാവായ അല്ലോ രാവണ എന്നൊക്കെയാണ് സംബോധന പലതും വരുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം, അത് കേട്ട് യുക്തം പോലെ ചെയ്യൂ, ആലോചിച്ചിട്ട് വേണ്ടുന്നതൊക്കെ ചെയ്താൽ മതി. രാമൻ്റെ ഭാര്യയായ സീതയെ നീ എപ്പോഴാണോ ലങ്കയിൽ കൊണ്ടുവന്നത് അന്നേരം മുതൽ അശുഭങ്ങളായ കാര്യങ്ങൾ ഓരോന്നിവിടെ നടക്കുകയാണ്. ഓർത്തു നോക്ക്, ഓരോന്നും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം ദുർനിമിത്തങ്ങളാണ്. മേഘങ്ങൾ ലങ്കയിൽ മഴയ്ക്ക് പകരം ചോര വർഷിക്കുന്നത് നീ കാണുന്നുണ്ടോ? ചോരയാണ് വരുന്ന വെള്ളത്തിന് പകരം. അതുപോലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്ന് കണ്ണീരും വിയർപ്പും കാണപ്പെടുന്നു. ക്ഷേത്രങ്ങൾ അവിടെ എന്ത് ക്ഷേത്രമാണ്? ശിവക്ഷേത്രമാണ്. രാവണന് ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല രാവണ അതാണ് പിന്നെ നികുംഭലയിൽ ഇരുന്നുകൊണ്ട് പിന്നെ ശ്ലോകം ചമച്ച് പാടുന്നുണ്ടല്ലോ, ചൊല്ലുന്നുണ്ടല്ലോ. ഈ രാമരാവണ യുദ്ധത്തിൽ പരിക്ഷീണനായി കണ്ട രാവണന് ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി ഭൂമിക്കടിയിൽ നികുംഭല എന്ന പേരിൽ ഗുഹയുണ്ടാക്കി ആ ഗുഹയ്ക്കകത്ത് ഇരുന്നും കൊണ്ട് ചൊല്ലുന്നുണ്ട്. ജടാ കടാഹ സംഭ്രമം നിലിംബ നിർജ്ജരി വിരാജ വീജി വല്ലരി വിരാജമാന മൂർധനി ധഗജ്വല ലലാടപ്പെട്ട ഭാവകെ കിശോർ ചന്ദ്രശേഖരേ രതിപ്രദക്ഷിണം മമ എന്ന് പറഞ്ഞിട്ട് ചൊല്ലുക. അത് അന്നേരം തന്നെ രചിച്ചങ്ങ് ചൊല്ലുകയല്ലേ. ഇത് ആർക്ക് കഴിയും? എത്രത്തോളം പാണ്ഡിത്യവും കവിത്വവും ഒക്കെ ഒരാളിലുണ്ടാവുമോ? ഭക്തിയും എല്ലാം ഒരാളിലുണ്ടാവുമോ? അത്ഭുതാതരങ്ങളോട് മാത്രമേ രാവണൻ്റെ അത്തരം അവസ്ഥകളെ നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയൂ. രാവണനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ശാസ്ത്രീയമായ ഒരു പുസ്തകമുണ്ട്, അർക്കപ്രകാശം. ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ, എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അർക്കപ്രകാശം എന്നൊരു കൃതി അദ്ദേഹത്തിൻ്റേതാണ്. ചാരായം വാറ്റി ഇങ്ങനെ എടുക്കുന്നതിനുള്ള ആധികാരിക ഗ്രന്ഥമാത്. അപ്പോൾ നല്ലൊരു കെമിസ്റ്റായിരുന്നു രാവണൻ എന്നുള്ളതാണ്.
അത് വീണ്ടും ഓർമ്മിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ശരി, അങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ കണ്ണീര് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ആ ക്ഷേത്രാരാധനകൾ മുടങ്ങിപ്പോവുകയും അശുദ്ധമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ മഹാകാളി പിന്നെ ക്രൂരദംഷ്ട്രയോടുകൂടിയാണ് കാണപ്പെടുന്നത്. പശുക്കൾക്ക് കഴുതക്കുട്ടികൾ പിറക്കുന്നു, എലികൾ കീരികളോടും പൂച്ചകളോടും വഴക്കിടുന്നു, സർപ്പങ്ങൾ ഗരുഡനോട് എതിർക്കുന്നു. ഭയങ്കരനും വികൃത സ്വരൂപിയും പൊക്കം കുറഞ്ഞവനും തലമുണ്ടനം ചെയ്തവനുമായ കാലൻ രാക്ഷസന്മാരെ ഓരോരുത്തരെയും കൂടെ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. വരാൻ സമയമായോ, ഞാൻ കൊണ്ടുപോകാൻ സമയമായോ എന്നിങ്ങനെ. അപ്പോൾ ഇവയെല്ലാം നമുക്ക് നാശങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്, വലിയ വിഷമങ്ങളാണ്. നീ ചുറ്റിലൊന്ന് കണ്ടു നോക്ക്. രാമൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അദ്ദേഹത്തോടുള്ള വിരോധം നീ ഉപേക്ഷിക്കണം. ഒരു കാരണവശാലും ഈശ്വരനെ ദുഷിക്കാനും വിരോധിക്കാനും മത്സരിക്കാനും പാടില്ല എന്നൊക്കെ ഈ മാല്യവാൻ ഈ സംസാരത്തിൻ്റെ ഈ നഷ്ടകഷ്ടാവസ്ഥകളെക്കുറിച്ച് രാവണനോട് വളരെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം മാല്യവാൻ വളരെ ഹിതകരമായ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ആ വേണ്ടവണ്ണമല്ല ഇയാൾ ധരിച്ചത്. മാല്യവാനോട് പറഞ്ഞു, വെറും മനുഷ്യ മാത്രനും ദീനനും വാനരന്മാരുടെ സഹായത്തോടുകൂടി മാത്രം പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കുന്നവനും അച്ഛനാൽ പരിത്യക്തനായവനും അച്ഛൻ ഉപേക്ഷിച്ചവനെ ഉപേക്ഷിച്ചതാ, ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് പറഞ്ഞത് അങ്ങനെ രാജ്യം ഉപേക്ഷിച്ച് വന്നവനാ. അങ്ങനെക്കറിയാവോ? അങ്ങനെ അച്ഛനാൽ പരിത്യക്തനാണ്. മുനിമാർക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ കൂടാം. മുനിമാർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. സർവ്വസംഘ പരിത്യാഗികളായിരിക്കുന്ന മുനിമാരോട് ഇഷ്ടം തോന്നിയിട്ട് ഇപ്പോൾ എന്താ ഒരു ഗുണം? അപ്പോൾ അങ്ങനെയുള്ള രാമനെ എന്നേക്കാൾ സമർത്ഥനായി അങ്ങ് കാണുകയാണോ? അങ്ങക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ? രാമൻ്റെ പ്രേരണ അനുസരിച്ചാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ഇടപെടാതെ സംസാരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അങ്ങ് എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. അങ്ങ് വൃദ്ധനും എൻ്റെ ബന്ധുവുമായി പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സൗജന്യം അനുവദിക്കുന്നത്. അതുകൊണ്ട് വേഗം ഇവിടെ കടന്നു പൊയ്ക്കോളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ നിലയിലും ക്ഷമിച്ചിരിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ എന്നെ ചുട്ടരിക്കുകയാണ്, എനിക്ക് കോപം സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് രാവണൻ മന്ത്രിമാരോടൊന്നിച്ച് മാളികയുടെ മുകളിൽ കയറി വാനര സൈന്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങി. കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, വില്ലും വാളും ഗതയും ഒക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ. 20 കയ്യിലും ഇരിപ്പുണ്ടിങ്ങനെ. അപ്പോൾ ഈ സമയത്ത് അപ്പുറത്ത് നിന്നുകൊണ്ട് രാവണനെ കണ്ട് കോപം കൊണ്ട് വിറച്ചു. രാവണനെ കണ്ട് കോപിഷ്ഠനായി തീർന്ന രാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ലിങ്ങോട്ട് വാങ്ങിച്ചു. ലക്ഷ്മണ, വില്ലിങ്ങ് താ, എൻ്റെ കോദണ്ഡം ഇങ്ങ് തരൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അർദ്ധചന്ദ്രാകാരമായ, അർദ്ധചന്ദ്രൻ അറിയാമല്ലോ, പകുതി ചന്ദ്രൻ, തേങ്ങാപ്പൂളുള്ള ചന്ദ്രൻ, ആ രീതിയിലിരിക്കുന്ന അമ്പുണ്ട്. അർദ്ധചന്ദ്രാകാരമായ ഒരു ശരമെടുത്ത് രാവണൻ്റെ 10 കിരീടങ്ങളും വെൺകൊറ്റ കുടയും അരനിമിഷം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. അതെല്ലാം പൊട്ടി നാശമായിപ്പോയി. രാവണൻ നാണിച്ച് ലജ്ജിച്ച് തൻ്റെ അരമനയിലേക്ക് പോയി. വല്ലാത്തൊരു യുദ്ധമാണത്. വളരെ പെട്ടെന്ന് ഇത് കഴിഞ്ഞു. എല്ലാവരും അമ്പരന്ന് നിൽക്കുക. രാമൻ ഇത്ര പെട്ടെന്ന് ഈ രാവണനെ ഈ രീതിയിൽ മുറിപ്പെടുത്തി അയക്കുമെന്നുള്ളത് ഒരു വിചാരം ആർക്കും ഉണ്ടായില്ല. അത്ര പെട്ടെന്ന് ക്ഷിപ്രയുദ്ധമാണ് അവിടെ നടത്തിയത്. പെട്ടെന്ന് കോപിഷ്ഠനായി തീർന്നു. ലക്ഷ്മണ വില്ലുണ്ടാ എന്ന് പറഞ്ഞിട്ട് അസ്ത്രം എടുത്തു അയച്ചു. അപ്പോഴേ ഇത് ഇയാളുടെ ഈ അംഗക്ഷതങ്ങൾ വരെ 10 കിരീടങ്ങളും പോയി, വെൺകൊറ്റക്കൂടെയും എല്ലാം പോയി. രാവണൻ ലജ്ജിച്ച് അരമനയിലേക്ക് പോയി, അയാളുടെ അന്തപുരത്തിലേക്ക് പോയി. പ്രഹസ്തൻ മുതലായ രാക്ഷസ പ്രമാണികളെ വിളിച്ച് രാമനോട് വാനരന്മാരോടും യുദ്ധത്തിനായി പറഞ്ഞയച്ചു. രാമനോടും വാനരന്മാരോടും യുദ്ധം ചെയ്യണം, രാമനോട് യുദ്ധം ചെയ്യണം, എതിർക്കാൻ വരുന്ന വാനരന്മാരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയെ പ്രഹസ്തനോട് പറഞ്ഞയച്ചു. ഉടനെ തന്നെ പെരുമ്പറ, മൃദംഗം, പണവം, ആനകം, ആ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ച വാക്കാണ് പണവ ആനക എന്നാണ് വാക്ക്. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പണവം, ആനകം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് രാക്ഷസ സൈന്യം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. പോത്തുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ, സിംഹങ്ങൾ, പുലികൾ മുതലായ വാഹനങ്ങളിൽ കയറിയാണ് ഇവർ വാള്, ശൂലം, വില്ല്, തോമരൻ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്, തോമരൻ, വേല് മുതലായ ആയുധങ്ങൾ ധരിച്ച് രാക്ഷസന്മാർ വാനരന്മാരോട് യുദ്ധത്തിന് വന്നു. രാമൻ്റെ നിർദ്ദേശം അനുസരിച്ച് വാനരന്മാർ പർവ്വതത്തിൻ്റെ കൊടുമുടികൾ അടർത്തിയെടുത്തും മഹാവൃക്ഷങ്ങൾ വലിച്ചു പിഴുതെടുത്ത് അടിച്ചും രാക്ഷസന്മാരെ മുഴുവനും കൊന്നൊടുക്കി.
രാമൻ്റെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കി ഈ അവശേഷിച്ച ഈ യുദ്ധത്തിൽ ആയുധങ്ങൾ കയ്യില്ലാത്തവന്മാർ ഈ വാനരന്മാരെല്ലാം കൂടെ ചാടി കോട്ട മുതൽ ചാടി അപ്പുറത്ത് കടന്ന് യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ആളുകളിലൊക്കെ നിലവിളിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു, ഇതാ രാമൻ ജയിക്കുന്നു, രാമൻ ജയിക്കുന്നു, ബലവാനായ ലക്ഷ്മണനും സുഗ്രീവനും ജയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വാനരന്മാർ ശത്രുക്കളോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു. അത് ജാമ്പവാൻ, പ്രായമുള്ള ഈ വാനരന്മാരിൽ ഏറ്റവും പ്രായമുള്ള ഒരാളാണ് ജാമ്പവാൻ. പിന്നെ ദധിമുഖൻ എന്ന് പറയുന്ന ഒരു വാനരനുണ്ട്. ദധിമുഖൻ, കേസരി, താരൻ തുടങ്ങിയുള്ള വാനരശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരു ഗോപുരം ചാടിക്കടന്നു. ജാമ്പവാനൊക്കെ അനായാസം ചാടിക്കടന്നു. അത് വയസ്സനാണെങ്കിലും ആ യുദ്ധത്തിൻ്റെ ആവേശം, ആ ത്രില്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ തനിക്ക് ആരോഗ്യം ഉണ്ടോ എന്ന് നോക്കത്തില്ല. അത്ര വളരെ വേഗത്തിൽ ചാടി അപ്പുറത്ത് കടന്നു. എല്ലാ ദിക്കിലും ലങ്കയെ മുഴുവൻ നിരോധിച്ചു. പുറത്ത് ഇങ്ങോട്ട് വരാതെ, ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരാതെ നിരോധിച്ചു. അനന്തവൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ എന്ന് മാത്രമല്ല, ഈ വാനരന്മാർ നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ചു എതിർത്തു. നാം കൊണ്ട് മാന്തി, പല്ലുകൊണ്ട് കടിച്ച് കീറി ഒക്കെ അങ്ങനെ ആക്രമിച്ചു. അത് കണ്ട് കോപിച്ച രാക്ഷസന്മാർ 4 ഗോപുരങ്ങളിലൂടെയും പുറമേക്ക് വന്ന് വാള്, ശൂലം, വെൺമഴു, ഗദ, ശരങ്ങൾ. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം ഓർക്കുക. എത്ര ആയുധങ്ങളാണ്! ആ വായിച്ചതേ ഉള്ളൂ. അതിൻ്റെ ആ കഥ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഭാഗ്യം നല്ല സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഈ ആയുധങ്ങൾക്ക് എണ്ണമില്ല. ഈ ഇത്രയും പേരുകളിൽ ആയുധങ്ങളുണ്ടോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഈ രാക്ഷസന്മാർ വാനരന്മാരെയും പരസ്പരം അങ്ങോട്ട് സംഹരിക്കാൻ തുടങ്ങി. യുദ്ധം അതിഭയങ്കരമായി. 2 പക്ഷത്തും ആൾനാശം, ഒരുപാട് പേര് മരിച്ചു. അതിഭയങ്കരമായ യുദ്ധം. രാക്ഷസന്മാർ ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും കയറി വന്ന് പല ആയുധങ്ങളും വാനരന്മാർക്കെതിരെ പ്രയോഗിച്ചു. അപ്പോൾ വാനരന്മാർ കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്നും മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നും ഒക്കെ അങ്ങോട്ട് യുദ്ധം ചെയ്തു. അനവധി മഹാബലവാന്മാരായ അനവധി രാക്ഷസന്മാരെ വധിച്ചു കളഞ്ഞു ഈ വാനരന്മാരിലും കുറേ പേരൊക്കെ മരിച്ചു. അങ്ങനെ സീതാദേവിയെ അപഹരിച്ച പാപം രാവണൻ ഇങ്ങനെ കുറേശ്ശെ അനുഭവിക്കാൻ തുടങ്ങി. രാവണൻ്റെ സൈന്യങ്ങളെ വാനരന്മാർക്ക് നിഷ്പ്രയാസം കൊല്ലാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആളുകളെ. 2 വ്യത്യസ്ത ജീവിത രീതികളല്ലേ, വ്യത്യസ്ത ജീവിത രീതികളാണ്, വ്യത്യസ്ത ആക്രമണ രീതികളുമാണ്. അപ്പോൾ അതൊന്ന് യോജിച്ച് വന്നാലല്ലേ അത് ചെയ്യാൻ പറ്റും. ഒരേ തരപ്പം ഗദ കൊണ്ട് യുദ്ധം ചെയ്യുന്നു, ഗദായുദ്ധം ചെയ്യുന്ന ഞാൻ ഗദായുദ്ധം ചെയ്യുന്നു, വേറൊരുത്തരും ഗദായുദ്ധം ചെയ്യുന്നു, 2 പേരും ഗദായുദ്ധമാണ്. അപ്പോൾ ഒരു ഈക്വലൈസ് ചെയ്യാൻ പോകുന്ന ഒരു രീതിയുണ്ട്. ഇതങ്ങനെയല്ല. ഒരുത്തം ഗദായുദ്ധം ചെയ്യുക, മറ്റവൻ മടലെടുത്ത് അടിക്കുകയാണെങ്കിലോ അല്ലെ കല്ലെടുത്ത് എറിയുകയാണെങ്കിലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ പരസ്പര പ്രതിലോമമായ യുദ്ധരീതികളാണ് അവിടെ നടന്നത്. ഇതങ്ങനെ അധികം ആരും നോക്കിക്കണ്ടിട്ടില്ല. ഈ യുദ്ധരീതികൾ ഇങ്ങനെയാണെന്ന് അധികം ആരും പറഞ്ഞിട്ടില്ല. ഒരേ അതായത് യുദ്ധം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം എങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്, എന്ത് ആയുധങ്ങളെ കൊണ്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. പക്ഷേ പരസ്പര പ്രതിലോമമായ യുദ്ധമാണിതെന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണണം. അതങ്ങനെ ആരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല ഇതെങ്ങനെ യുദ്ധം ചെയ്യുന്നുള്ളത്. അതായത് ഇപ്പോൾ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവൻ്റെ ചെല്ലുന്നവൻ്റെ നേർക്ക് വില്ല പ്രയോഗിക്കുന്നെങ്കിൽ, അമ്പ പ്രയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ അത് ഒരു ഈക്വലൈസ് ചെയ്യുന്ന സമരസപ്പെടുന്ന ഒരു യുദ്ധമാകുന്നത്? അതുണ്ടാകുന്നില്ല. അപ്പോൾ കാരണം 2 തരത്തിലുള്ള ജീവിത രീതികളും ആയുധ രീതികളും ആക്രമണോത്സുകതയുമാണ് 2 വിഭാഗത്തിലുള്ളത്. ഒന്ന് വാനരന്മാർ, ഒന്ന് ക്ഷത്രിയന്മാരായ 2 ആളുകൾ, ആരാ? രാമനും ലക്ഷ്മണനും. മറ്റേത് വാനരന്മാരായ കുറേ ആളുകൾ. അപ്പോൾ വ്യത്യസ്തങ്ങളായ യുദ്ധ രീതികളാണ് അവലംബിച്ചിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. രാക്ഷസ സൈന്യത്തിൻ്റെ നാശം കണ്ട് രാവണൻ്റെ പുത്രനായ മേഘനാഥൻ ഇന്ദ്രജിത്ത്, നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. ഇന്ദ്രജിത്ത്, മേഘനാഥൻ, ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഇന്ദ്രജിത്താണ്. മേഘനാഥൻ പോലെ ഉജ്ജ്വലമായ ശബ്ദം ഇയാൾ പുറപ്പെടുവിക്കുന്നു. രാവണനെ പോലെ തന്നെ പ്രക്ഷുബ്ധമായ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാളെ മേഘനാഥൻ എന്ന് വിളിക്കുന്നത്. ഇടിമുഴക്കം പോലെ ശബ്ദിക്കാൻ. നിർഘാത ഘോരാരവം എന്ന് പറയും. നിർഘാതം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം എന്നാണ്. നിർഘാത ഘോരാരവം എന്ന് പറയും. ഇടിമുഴക്കം പോലെയുള്ള അതിഭീകരമായ ശബ്ദം എന്നാണ് മേഘനാഥൻ. രാവണി എന്ന് വേറൊരു പേരും കൂടി ആൾക്കുണ്ട്. രാവണൻ്റെ മകനായതുകൊണ്ട് രാവണി എന്ന് പറയും. ദശരഥൻ്റെ മകനായതുകൊണ്ട് ദാശരഥി എന്ന് പറയുമല്ലോ. രാമനെയും ഭരതനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും പറയും. എങ്കിലും രാമൻ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുപോലെ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ എന്നല്ലേ അർത്ഥം. പൃഥയുടെ പുത്രൻ, പൃഥ എന്ന് പറഞ്ഞാൽ കുന്തി ദേവി എന്നാണ്. പൃഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥൻ എന്ന് പറയും.
അർജുനൻ എന്ന അർത്ഥം വരുന്നത്. പക്ഷേ അർജുനൻ മാത്രമാണോ? കുന്തി പ്രസവിച്ച മക്കളെല്ലാം വരുന്നില്ലേ? ആരൊക്കെയാ? ധർമ്മപുത്രർ വരും, ഭീമസേനൻ വരും, അർജുനൻ വരും. ഈ 3 പേരും. ബാക്കി 2 പേരും മാതിരി പ്രസവിച്ചതാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ പറയാൻ നോക്കിയല്ല. പാർത്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ 3 പേരാ, യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും. എങ്കിലും അവരെ 2 പേരെയും പറയാറില്ല, അർജുനനെ മാത്രമേ പാർത്ഥൻ എന്ന് പറയാറുള്ളൂ. ഇതിനെ യോഗരൂഢി എന്നാണ് പറയുക. ചില വാക്കുകൾ ഉറച്ച് ഒരു ആളിൽ മാത്രം ഒതുങ്ങിപ്പോകും. അങ്ങനെ ഒതുങ്ങിപ്പോകുമ്പോഴാണ് അർത്ഥം. ഇപ്പോൾ പങ്കജം എന്ന് പറയുന്നു. പങ്കജം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? താമര എന്നല്ലേ? പങ്കജം, പങ്കത്തിൽ ജനിക്കുന്നത് പങ്കജം. പങ്കം ചെളിക്കാതെ ജനിക്കുന്നതിൽ ഏറ്റവും പവിത്രമായ സാധനം ഏതാ? ഈ താമര ആയതുകൊണ്ടാണ് ആമ്പൽ അതിനകത്ത് ചെളിക്കാത്താണ് ഉണ്ടാകുന്നത്. മാക്രി അതിനകത്തല്ലേ തവളക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. മീൻ, അതുപോലെ മറ്റ് ജലജീവികൾ, ഇതെല്ലാം ആ ചെളിക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് ഒന്നിനെയും പങ്കജം എന്ന് വിളിക്കുന്നില്ല. പങ്കജം എന്ന് പറയുമ്പോൾ താമര എന്ന അർത്ഥം കിട്ടും. അതിനാണ് യോഗരൂഢി എന്ന് പറയുന്നത്. ചില വാക്കുകൾക്ക് ഉറച്ചു പോകും ചില അർത്ഥങ്ങൾ, അങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ സാഹിത്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാലേ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. സാമാന്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പെട്ടെന്ന് നമ്മുടെ വായിക്കുമ്പോൾ ശ്രദ്ധയിൽ ഇതൊന്നും പെടുകയില്ല. നന്നായിട്ട് ഇത്രയും വാക്കുകൾ പ്രയോഗിച്ചൊരു ശീലവും വാക്കുകളുടെ മേൽ നമ്മളൊരു സിസേറിയൻ ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലുള്ള ശ്രദ്ധയും ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റൂ. വാക്കിനെ സിസേറിയൻ ഓപ്പറേഷന് വിധേയമാക്കണം. ഏത് വാക്ക് നമ്മുടെ കിട്ടിയാലും അതൊന്ന് അറുത്ത് കീറി മുറിച്ച് അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ഒരു പരിശോധിക്കുന്ന സമ്പ്രദായം ഉണ്ടാവണം. ഒരു ശസ്ത്രക്രിയ നടത്തണം അവിടെ. അങ്ങനെ വാക്കുകളുടെ മേൽ അത് ചില ധാതുക്കളിൽ നിന്നാണ് ഒരു പദം ഉണ്ടായി വരുന്നത്. അങ്ങനെ ആ ധാതുക്കൾ ഏതാണ്, റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനും വേണം. എന്തായാലും ശരി, ഇങ്ങനെ ഈ ഒരുപാട് ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേരിൽ പ്രസിദ്ധനാണ് ഇയാൾ. ഈ മേഘനാഥൻ വന്നു. സകല ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഇയാൾ വളരെ വിദഗ്ധനാണ്. അയാൾ മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അസ്ത്രങ്ങളിൽ വെച്ച് അതിഗംഭീരമായ ഒരു അസ്ത്രമാണ് ഈ ബ്രഹ്മാസ്ത്രം. നമ്മുടെ ന്യൂക്ലിയർ ബോംബ് പോലെയുള്ള ഒരു സാധനമാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഗംഭീരമായ ചൂടാണ് ബ്രഹ്മാസ്ത്രത്തിന്. മാത്രമല്ല, അല്ല, ബ്രഹ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ബ്രഹ് എന്ന ധാതുവിൽ നിന്ന്, അതാ റൂട്ട്. ബ്രഹ് എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന ശബ്ദം ഉണ്ടാകുന്നത്. ആ ധാതുവിൻ്റെ അർത്ഥം വളരുക, പിളരുക, പൊട്ടിപ്പുറപ്പെടുക എന്നെല്ലാമാണ് ബ്രഹ് എന്ന ധാതുവിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്താണത്? നമ്മുടെ ആറ്റം ആയുധത്തെ പോലെ തന്നെയാണ്, ആറ്റം ബോംബ് പോലെ തന്നെയാണ് അത് എന്ന് വരുന്നുണ്ട്. അപ്പോൾ സംഹാരത്തിലെ ഏറ്റവും ശക്തിയുള്ള, വളരെയധികം മുമ്പ് പറഞ്ഞതുപോലെ പ്രചണ്ഡ പ്രക്ഷുബ്ധമായ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അതൊക്കെ അങ്ങനെയുള്ള ഒരു ആയുധമാണ് ഈ ബ്രഹ്മാസ്ത്രം. അത് ഒളിച്ചു നിന്നിട്ട് മറഞ്ഞു നിന്നിട്ട് രഹസ്യമായിട്ട് ഈ അസ്ത്രം ഇയാളങ്ങ് പ്രയോഗിക്കുക. വാനന്മാരെ എല്ലാം ഈ അസ്ത്രം ഏറ്റപ്പതിനായവരെല്ലാം മോഹാലസ്യപ്പെട്ട് വീണുപോയി. ബ്രഹ്മാസ്ത്രത്തെ എല്ലാവരും ബഹുമാനിക്കും, ബ്രഹ്മാവിൻ്റെ ആയതുകൊണ്ട്. രാമനും ആ ബ്രഹ്മാസ്ത്രത്തെ ആദരിച്ചു. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. രാമനും ലക്ഷ്മണനും അല്പസമയം ബോധമറ്റ് വീണുപോയി. കുറേ കഴിഞ്ഞ് ബോധം തെളിഞ്ഞ രാമൻ വാനന്മാരെല്ലാം ഇങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഓവട്ടനായി തീർന്നു. അതിനോട് പറഞ്ഞു, ലക്ഷ്മണ, വില്ലിപ്ശരങ്ങളും കൊണ്ടുവരും. ബ്രഹ്മാസ്ത്രം കൊണ്ട് ഞാൻ ഈ രാക്ഷസനെ ഉടനെ ഭസ്മമാക്കുന്നുണ്ട്. അവൻ എന്തായാലും ഇങ്ങോട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചല്ലോ, അങ്ങോട്ട് ഞാൻ പ്രയോഗിക്കാൻ ബ്രഹ്മാസ്ത്രം എന്നാണ്. ഈ അസ്ത്രം തന്നെയാണ് പണ്ട് ദ്രോണാചാര്യരെ ഓർക്കണത്. കഥ അറിയാവുന്നവർക്ക് ഓർക്കാം. ദ്രോണാചാര്യർ അർജുനന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അശ്വത്ഥാമാവ്, തൻ്റെ ഏക മകനായ അശ്വത്ഥാമാവ് ഇത് ഉപദേശിക്കുന്നത് കേട്ടുകൊണ്ട് അടുത്ത് ചെന്ന്, അച്ഛാ എനിക്കും അത് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കത് പഠിക്കാൻ പാകമായിട്ടില്ല, നിൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയും ഒന്നും അതിനനുസൃതമായിട്ടുള്ളതല്ല, പാകപ്പെട്ടിട്ടില്ല, അനവസരത്തിൽ ഉപയോഗിച്ചുകൂടാ, വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അർജുനൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയുടെ മകനാണ്. അപ്പോൾ മകന് തരുന്നതിനേക്കാളും കൂടുതലാണോ അങ്ങ് ശിഷ്യന് കൊടുക്കുന്നത്? അങ്ങ് പറയുന്നത് പോലെ അനുസരിക്കാനും ഒരിക്കലും ഇത് പ്രയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. അവസാനം പിന്നെ എന്ത് ചെയ്തു? ഇത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര 6 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ആ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രത്തേക്ക് പ്രയോഗിച്ച ആളായി അശ്വത്ഥമാവ്. അപ്പോൾ കൃഷ്ണൻ്റെ മായാശക്തി കൊണ്ടാണ് 76 വർഷം ആ സന്താനം ചാപിള്ളയായിട്ട് പിറന്നുവെങ്കിലും പിന്നെ ജീവൻ കിട്ടി 76 വർഷം രാജ്യം ഭരിച്ചത്. ആരാ കക്ഷി? നമ്മുടെ പരീക്ഷിത് രാജാവ്. അപ്പോൾ അങ്ങനെ കഥയുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മാസ്ത്രം അത്ര ഭയങ്കരമാണ്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച്
വാനന്മാരെല്ലാം മോഹാലസ്യപ്പെട്ടത് കഴിഞ്ഞ് കണ്ട് ഈ രാമനെ ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാമൻ ആ മോഹാലസ്യപ്പെട്ട് എഴുന്നേറ്റപ്പം ഈ വാനന്മാരെല്ലാം ഇങ്ങനെ മരിച്ചതുപോലെ കിടക്കുന്നത് കണ്ടിട്ട് കോപിഷ്ഠനായ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ വില്ലു അപ്പം കൊണ്ടൊരു ഞാനിപ്പോൾ ബ്രഹ്മാസ്ത്രം തന്നെ ഇവൻ്റെ നേർക്ക് പ്രയോഗിച്ച് നശിപ്പിച്ചു കളയവനെ എന്ന് പറഞ്ഞു. ഇത് ഒളിച്ചു നിന്ന് കേട്ടു ഈ ഇന്ദ്രജിത്ത്. കേട്ടിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. ഇത് തലമനിലേക്ക് ഓടിപ്പോയി. അയാളുടെ കൊട്ടാരത്തിലേക്ക്, അയാളുടെ സങ്കേതത്തിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ഈ വാൻഡന്മാർ ജീവിപ്പിക്കണമല്ലോ. അതിന് ഹനുമാനോട് പറഞ്ഞു, അങ്ങ് വേഗം പാലാഴിയിലേക്ക് പോകണം, ക്ഷീരാബ്ധിയിലേക്ക് പോകണം. പാലാഴിയിലോട്ട് പോയിട്ട് അവിടെ ദിവ്യ ഔഷധങ്ങൾ നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്. ദ്രോണപർവ്വം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്, ദ്രോണപർവ്വതം. ആ ദ്രോണപർവ്വതം അത് വള്ളത്തിൻ്റെ ആകൃതിയിരിക്കും. ദ്രോണപർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചി പോലെ ഇരിക്കത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പർവ്വതമുണ്ട്. അവിടെ മൃതസഞ്ജീവനി, മൃതി ഉണ്ടായാൽ അവന് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഔഷധം മൃതസഞ്ജീവനി, മൃതിയെ ജയിക്കുന്ന ഒരു ഔഷധമുണ്ട്. അത് വെളുപ്പം എടുത്തുകൊണ്ട് വരണം. അത് കൊണ്ടുവന്ന് ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങയുടെ കീർത്തി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങ് വേഗം പോകും. കൽപ്പന പോലെ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ അവിടുന്ന് വളരെ വേഗത്തിൽ ദ്രോണപർവ്വതത്തിൽ ചെന്ന് പർവ്വതം തന്നെ അതുപോലെ ഈ പൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിൽ തട്ടി വരുന്ന ഔഷധികളുടെ കാറ്റ്, ഹെർബ്സ് എന്ന് പറയും, ഔഷധികൾ. ഹിമാലയത്തിലുണ്ടാകുന്ന ഒരുപാട് ഔഷധികളുണ്ട്. ആ ഔഷധികൾ ഉള്ളതുകൊണ്ടാണല്ലോ ഗംഗാജലത്തിലെ പവിത്രതയുള്ളത്. ഏതാണ്ട് 99% മൈക്രോബ്സിനെ സംഹരിക്കാൻ കഴിയുന്ന ഒരു ദിവ്യമായ ജലമാണ് ഗംഗാജലം. എന്ന് വെച്ചാൽ ഗംഗ ഉത്ഭവിച്ച് കഴിഞ്ഞിട്ട് മൈലുകളോളം നീളത്തിൽ പിന്നെ ഗംഗയെ കാണുന്നില്ല. ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. ഹിമാലയത്തിലുള്ള അപൂർവങ്ങളായ ഔഷധമൂല്യമുള്ള ഓഷധികളുടെ കൊച്ചു കൊച്ചു കുറ്റിച്ചെടികളുടെ ഔഷധച്ചെടികളാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. HERBS, ഹെർബ്സ് എന്ന് പറയും. അതിൻ്റെ വേരുകളിലുള്ള ഔഷധ ഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വെള്ളം പിന്നെ ഒഴുകി ഭൂമിയുടെ മുകളിലേക്ക്, സർഫസിലേക്ക്, ഉപരിതലത്തിലേക്ക് വരുന്നത്. അത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് ലയിപ്പിച്ചാണ് കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ജലത്തിന് അത്ര ദിവ്യ. പാതാള ഗംഗ എന്നാണ് അത് നമ്മൾ പറയുക. അപ്പോൾ ആ ഗംഗ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്ത് കൊണ്ടുവച്ച് നോക്കൂ. നമ്മുടെ സാധാരണ ആറ്റിലെയും കുളത്തിലെയും കിണറ്റിലെയും നദിയിലെയും ഒക്കെയുള്ള വെള്ളം കൊണ്ടെന്ന് വെച്ചാൽ 13 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ആ വർഷത്തിനിപ്പുറം അതിനകത്ത് ചെറിയ കൃമികളുണ്ടാവും, ചെറിയ പുഴുക്കളുണ്ടാവും. എന്നാൽ ഗംഗാജലം കൊണ്ടുവച്ച് എത്ര വർഷം കഴിഞ്ഞാലും അതിനകത്ത് കൃമി ഉണ്ടാകത്തില്ല. അതാ ഗംഗാജലത്തിൻ്റെ പവിത്രത. അതാ മരിക്കുമ്പോൾ നമ്മൾ ഈ വഹിക്കുന്ന തൊട്ട് മുമ്പ് ഒരു വെള്ളം കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്ന ഗംഗാജലമായാൽ ഏറ്റവും പവിത്രമാണെന്ന് പറയും. ഇപ്പോൾ വടക്കിണ്ടിലൊക്കെ പോയിട്ട് ആളുകൾ കൊണ്ടുതരും ഇങ്ങനെ പിന്നെ ഗംഗാജലം കൊണ്ടുവരും. എൻ്റെ ഒരു സഹപാഠിയായ ഒരാൾ കൊല്ലത്തുള്ളതാണ്. അയാൾ ഇപ്പം ഈ മഹാകുംഭമേളയ്ക്ക് പോയിട്ട് നേരെ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം വരെ അയാൾ തീർത്ഥാടന സംഘത്തിൻ്റെ കൂടെ പോയി. അവിടുന്ന് ഒരു ക്യാൻ നിറച്ച് ഗംഗാജലം കൊണ്ടുവന്നു. അതിലെനിക്ക് 1 ലിറ്റർ ഗംഗാജലം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഉണ്ടത്. അപ്പോൾ അങ്ങനെ ഗംഗാജലത്തിൻ്റെ പവിത്രത എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഔഷധികളുടെ കാറ്റ് ഏറ്റപ്പോൾ തന്നെ ഈ വാനന്മാരെല്ലാം ചാടി എഴുന്നേറ്റു, ജീവിച്ചെഴുന്നേറ്റു. ഹനുമാൻ പർവ്വതത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്ത് വിട്ടില്ല. എടുത്താൽ തിരിച്ച് അവിടെ കൊണ്ടുവെക്കണമല്ലോ. നമുക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ്. എടുത്താൽ ഉപയോഗം കഴിഞ്ഞാൽ അത് അവിടെ കളഞ്ഞു പോകും. അതുപോലെ നമ്മളവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം സാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എവിടെയാണോ അത് നേരത്തെ ഉണ്ടായത് അവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം ഇന്ന സാധനം ഇന്നത്തിരിപ്പുണ്ട്. ഇല്ലെങ്കിൽ പലതിന് നടക്കേണ്ടി വരും. കുറേ എടുത്ത് ഞാൻ എവിടാ കൊണ്ടുവച്ചാൽ അയ്യോ ഞാൻ എവിടാ വെച്ചതെന്ന് മറന്ന് നടക്കും. നമ്മുടെ കുഴപ്പം. എന്തായാലും ശരി. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ വാനന്മാർ ഉച്ചത്തിൽ സിംഹനാഥം പഠിക്കുക. അവർ വലിയ ആഹ്ലാദത്തോടെ ശബ്ദമുഖരിതമായിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കി. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെയും വാനന്മാരെയും കൊന്നു എന്നാണ് രാവണൻ ആദ്യം വിചാരിച്ചത്. എൻ്റെ മോൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമൊക്കെ പ്രയോഗിക്കും, അയാൾ അത് പ്രയോഗിച്ച് അവന്മാരെ കൊന്നു കാണും എന്ന് വിചാരിച്ചു. പക്ഷേ വാനന്മാർ ജീവിച്ചു എന്ന് അവരുടെ ഈ അട്ടഹാസങ്ങളൊക്കെ കേട്ടപ്പോൾ അവന്മാർ മരിച്ചില്ലല്ലോ എന്ന് കേട്ട് ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. രാവണൻ പറഞ്ഞു, ദേവന്മാർ എന്നെ കൊല്ലാനായി സൃഷ്ടിച്ചുവിട്ട വലിയ ശത്രുവാണ് രാമൻ. എനിക്ക് ഇഷ്ടം ചെയ്യുന്ന എൻ്റെ പുത്രന്മാരും മന്ത്രിമാരും സ്നേഹിതന്മാരും ബന്ധുക്കളും രാമനോട് ഉടനെ യുദ്ധത്തിന് പോകട്ടെ. അപ്പോൾ എന്നോട് കൂറ് പുലർത്തുന്ന ആളുകളൊക്കെ വേഗം യുദ്ധത്തിന് പോകട്ടെ. ബാക്കിയുള്ള ആൾ ഭയപ്പെട്ട് യുദ്ധത്തിന് പോകാത്തവരെ ഞാൻ തന്നെ നേരിട്ട് സംഹരിക്കാൻ പോവാം. ഇത് കേട്ടപ്പോൾ എല്ലാവരും യുദ്ധത്തിന് പോയി. രാവണൻ പറഞ്ഞത് കേട്ട് ഈ യുദ്ധവിശാരദന്മാരായ യുദ്ധതൽപരന്മാരും അതുപോലെ അതിൽ നൈപുണ്യമുള്ള ആളുകളും സാമർഥ്യമുള്ളവരും വിദഗ്ധന്മാരുമായ ആളുകൾ എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറായി. ആദികായൻ, പ്രഹസ്തൻ,
മഹാനാഥൻ, മഹോദരൻ, ദേവശത്രു, അങ്ങനെ എഴുതുന്നുണ്ട്. നികുംഭൻ, ദേവാന്തകൻ, നരാന്തകൻ, ഇങ്ങനെ ഇവരുടെ പേരാ. അങ്ങനെ വിമതരായ രാക്ഷസന്മാരെല്ലാം വലിയ സൈന്യത്തോടു കൂടി ഈ യുദ്ധത്തിന് പോവുകയാണ്. അവർ വാൻ്റെ സൈന്യത്തെ പല വിധത്തിൽ മർദ്ദിച്ചു. വാൻ്റന്മാരുടെ നേരെ പലവിധ ആയുധങ്ങൾ പ്രയോഗിച്ചു. വാൻ്റന്മാർ വൃക്ഷങ്ങൾ പറിച്ചെടുത്തും പർവ്വത കൊടുമുടികൾ അടർത്തിയെടുത്തും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തു. ചില രാക്ഷസ പ്രമാണികളെ രാമൻ കൊന്നു. ലക്ഷ്മണൻ, സുഗ്രീവൻ, ഹനുമാൻ, അംഗദൻ തുടങ്ങിയവരും പല രാക്ഷസന്മാരെയും സംഹരിച്ചു. രാമൻ്റെ തേജസ്സിൽ ഈ വാണ്ടന്മാർ പൂർവാധികം ശക്തന്മാരായി തീർന്നു. രാമൻ അത്രയും ശൗര്യം പ്രകടിപ്പിക്കുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ശക്തി ഉണ്ടാകുമല്ലോ. യജമാന് ശക്തി ഉണ്ടെങ്കിൽ സിൽബന്ധികൾക്കും ശക്തി വരുമല്ലോ. അതിനാൽ രാക്ഷസന്മാർ ആയുധങ്ങളോടും വാഹനങ്ങളോടും ഒക്കെയുള്ള ആളുകളായിട്ടുള്ള എല്ലാവരെയും ഏറ്റെതിർത്ത് അനവധി ആളുകളെ കൊന്നു. രാമൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വണ്ണം ആ യുദ്ധത്തിൽ പ്രതിഫലിച്ച് കാണുകയും ചെയ്തു. അപ്പം ആദികായൻ മുതലായ മഹാരഥന്മാരും അവരെ അനുഗമിച്ച അസംഖ്യം രാക്ഷസന്മാരും ഈ മരിച്ച വിവരം അറിഞ്ഞ് രാവണൻ ദുഃഖവും കോപവും സഹിക്കാൻ വയ്യാതെ ആയിത്തീർന്നു. ഈ കോപം നിയന്ത്രിക്കാൻ കഴിയില്ല. ആ കോപമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. കോപമാണ്, ക്രോധം. ക്രോധം വളർന്നാൽ എത്ര ബുദ്ധിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ നശിച്ചു പോകും. അത് രാമായണത്തിൽ പലയിടങ്ങളിലും എഴുത്തച്ഛൻ അത് പറയുന്നുണ്ട്. ഈ ക്രോധം എല്ലാം നശിപ്പിക്കുമെന്ന്. കോപത്തെ അടക്കാൻ കഴിയുക എന്നതിനപ്പുറം കോപിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നേർക്ക് വരുന്ന എത്ര കലുഷമായ ആഘാതങ്ങളും നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെ ക്ഷമാപൂർവവും രണ്ട് രീതിയിലും, കാരണം നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടായിരിക്കുമല്ലോ അതിങ്ങോട്ട് സാധാരണഗതിയിൽ വരുന്നത്. അതുകൊണ്ട് ക്ഷമാപണം എന്ന് പറഞ്ഞത് ക്ഷമയോടെ. ഇനി ഒരു കുറ്റവും ചെയ്യാതെയാണ് നമ്മുടെ നേർക്ക് വരുന്നതെങ്കിൽ ക്ഷമാപൂർവം. അപ്പോൾ ക്ഷമാപൂർവവും വരുന്ന ഓരോ ആഘാതങ്ങളെയും നേരിടാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളിൽ അഹിംസ എന്ന് പറയുന്ന ഗുണം അതിൻ്റെ പരമാവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനൊരു പ്രേരണ ഉണ്ടായേ പറ്റൂ. ഒരു പ്രേരണ ഉണ്ടാവണം. ഇപ്പോൾ വിശപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശപ്പില്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാമല്ലോ. കിട്ടിയാലുടനെ തിന്നും, എന്ത് കിട്ടിയാലും തിന്നും. വിശപ്പുണ്ടായിട്ട് മാത്രം ആഹാരം കഴിക്കുന്ന ഒരു ചുരുക്കമാണ് നമ്മുടെ ഇടയിൽ. ആഹാരം എപ്പോഴും കഴിക്കാൻ നമ്മുടെ ഒരു വിചാരം, എപ്പോൾ കിട്ടിയാലും. ചിലർ പറയും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ, ഞാനിപ്പോൾ ഉടനെ ഒന്നും കഴിക്കാതെ, ഇനി എനിക്ക് സമയം വരാമെന്നേ കഴിക്കും എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. കുറച്ചാളുകളെ ഉള്ളൂ എന്നേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളെ. അവർ നല്ലവരാണ്, അവർക്കറിയാം തനിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് എന്ന്. എന്നെപ്പോലെയൊക്കെയുള്ള ആളുകൾ അങ്ങനെയല്ല. കിട്ടിയ ഉടനെ കിട്ടിയ അവരത് നിന്നിട്ടേ ഉള്ളൂ, വേറെ കാര്യം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. നീഹാരാദികളിലും മറ്റ് ബന്ധനങ്ങളിലും എല്ലാം ഒരു നിയന്ത്രണങ്ങൾ വയ്ക്കുന്നതാണ് ശരിയായ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ സൽസ്വഭാവത്തിൻ്റെയും സദാചാര നിരതമായ ആ സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനമായി നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാവുന്ന ഗുണങ്ങൾ. അപ്പോഴങ്ങനെ ഇയാൾക്ക് ഈ കോപം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അധികാരൻ മരിച്ചു. പിന്നെ മറ്റ് ആളുകളൊക്കെ മഹാശക്തന്മാരായ ആളുകൾ, പല രാക്ഷസന്മാരും അസംഖ്യമാണ് മരിച്ചു. ഒരുപാട് ആളുകളാണ് മരിച്ചത്. അങ്ങനെ മരിച്ചു പോയത് കൊണ്ട് തൽക്കാലം ലങ്കയെ നീ നോക്കിക്കോ. ലങ്കയിലെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ മൊത്തം ഭരണകാര്യങ്ങളെല്ലാം മകനായ ഇന്ദ്രിയത്തിനെ ഏൽപ്പിച്ചു. ഞാൻ വരുന്നത് വരെ കാര്യങ്ങളൊക്കെ നോക്കി, ഞാനൊന്ന് പോയിച്ചു വരട്ടെ. ഞാനൊന്ന് വിചാരിച്ച് സകല ആയുധങ്ങളും എടുത്തു. കാരണം ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിക്കാൻ രാവണനറിയാം, ഒന്ന് രണ്ട് മാത്രമല്ല. ഇപ്പോൾ കെമിസ്ട്രി പഠിച്ചവന് കെമിസ്ട്രി മാത്രം പഠിപ്പിക്കാനേ അറിയൂ. ഫിസിക്സ് പഠിച്ചവന് അത് മാത്രം പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. മാത്സ് പഠിച്ചാൽ അത് മാത്രം ഇതേ ഉള്ളൂ. ഇതെല്ലാം അറിയാവുന്നവരും കാണുമല്ലോ. അതാ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. കാരണം ഈ വിദ്യാഭ്യാസം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കുക, വിദ്യയുടെ ശാഖോപശാഖകളായിട്ട് വിദ്യയെ തിരിച്ചത് ആരാ? നമ്മളല്ലേ. അറിവെന്ന് പറയുന്നവർ 3 അക്ഷരത്തിൽ വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അറിവൊന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ബ്രാഞ്ച് തിരിച്ച് ഓരോ സബ്ജക്റ്റാക്കി വെച്ചിരിക്കുക. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സ്റ്റഡീസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ്സിലൊക്കെ സോഷ്യൽ സ്റ്റഡീസ് മാത്രം. ഇപ്പോൾ അത് ഏതൊക്കെയാണ്? അത് ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സിവിക്സ് ഉണ്ട്, അല്ലേ? അങ്ങനെ വരും. പിന്നെ ഇപ്പോഴും ഇക്കണോമിക്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് സോഷ്യൽ സ്റ്റഡീസ് ഒന്ന് മാത്രമേ ഉള്ളൂ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ളൂ. പണ്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം മാറ്റം. അതുപോലെ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയി. ഈ ബയോളജി വന്നപ്പോൾ ഡിഗ്രിയൊക്കെ വരുമ്പം ബോട്ടണി ആയി, സുവോളജി ആയി, അങ്ങനെ പോകുന്നില്ലേ? അപ്പം നമ്മുടെ സൗകര്യാർത്ഥം നമ്മളിതിനെ പല ബ്രാഞ്ചായിട്ടൊക്കെ തിരിച്ചു വച്ചിരിക്കുക. പക്ഷേ അറിവെന്ന് പറയുന്നത്
ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാൻ നമ്മുടെ ജന്മം കൊണ്ട് സാധ്യമാകണം. ഒരേ ഒറ്റ വിഷയത്തിൽ മാത്രമല്ല നമുക്ക് ശ്രദ്ധ വേണ്ടത്. ബഹുമുഖങ്ങളായ വിദ്യകളുടെ അവസ്ഥകളിലേക്കെല്ലാം നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും ചിന്തയും എല്ലാം പരിശീലനവും ഒക്കെ എത്തണം. എത്തിയാൽ കുറേയെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ വന്നാൽ നമുക്ക് എന്താ ഒരു ഗുണം? ആരെന്ത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ആധികാരികമായി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ നമ്മുടെ പക്കലുണ്ടാവും എന്നുള്ളത് നല്ല കാര്യമല്ലേ? അത് സാധിക്കാൻ ഒക്കണം. നിരന്തരമായ പഠനം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അതാണ് ആജീവനാന്തമാണ് പടം. പഠിത്തം മതിയാക്കിയിടാം പ്രാണന്മേനി വിടുന്ന നാൾ എന്ന് വിദ്യയെക്കുറിച്ച് മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്തായാലും രാവണൻ അങ്ങനെ എല്ലാ ആയുധങ്ങളും ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിക്കാൻ അറിയാമായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് അനേകം തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള സന്നാഹങ്ങളുമായിട്ട് തൻ്റെ ദിവ്യമായ തേരിൽ കയറി രാവണൻ യുദ്ധത്തിനായി രാമൻ്റെ നേരെ പാഞ്ഞു ചെന്നു. ആ പാഞ്ഞു ആവേശത്തോടെ ചെല്ലുക. അനേകം വാനരന്മാരെ കൊന്നു. സുഗ്രീവൻ മുതലായ പ്രധാന വാനരശ്രേഷ്ഠന്മാരെ യുദ്ധക്കളത്തിൽ തന്നെ വീണുപോയവർ. ഗദയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭീഷണനെ കണ്ടിട്ട് കോപാവിഷ്ടനായി. പിന്നെ കോപിക്കാതിരിക്കുമോ? ചെറുപ്പം മുതലേ ഇങ്ങനെ സ്വന്തം മകനെ പോലെ വാത്സല്യത്തോടെ വളർത്തിയെടുത്ത വിഭീഷണനെ എന്തെല്ലാം കാര്യങ്ങൾ തൻ്റെ വാത്സല്യഭാജനമായിരുന്നു വിഭീഷണൻ. ഇളയ അനിയനല്ലേ, വളരെ കാര്യമായിട്ട് ഞാൻ കൊണ്ടു നടന്നതാ. എന്ത് വേണമെങ്കിലും ഞാൻ കൊടുത്തതാ. അപ്പോൾ എൻ്റെ ശ്രമഫലമായി ഞാൻ ഉണ്ടാക്കി വച്ച എല്ലാ ഐശ്വര്യങ്ങളും ആവോളം ഭുജിച്ചുകൊണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച ഭൗതിക സമ്പത്തുകളെ ആവോളം അനുഭവിച്ചുകൊണ്ടും അത് എപ്പോഴും അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടും കഴിഞ്ഞ അവനാണ് ഈ വിഭീഷണൻ. ആ വിഭീഷണൻ എന്നെ ധിക്കരിച്ചുകൊണ്ട് വിഷ്ണുഭക്തിയാണെന്നും പറഞ്ഞ് പോയി എന്നോട് എതിർത്ത് നിൽക്കാൻ നേരിട്ട് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്ന് മാത്രമല്ല, പോയ സമയത്ത് എന്താ എന്നോട് പറഞ്ഞത്? യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകിത, ഏകൈകമപ്പി അനർത്ഥായ കിം എത്ര ചതുഷ്ടയെന്ന് പറഞ്ഞ് എന്നെ നാറ്റിച്ചിട്ടാണ് പോയത് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടാണ് പോയേ. എന്നെ ആക്ഷേപിച്ചിട്ടാണ് പോയത്. യൗവനം വളരെ ഉപദ്രവകാരിയാണ്, ധനസമ്പത്തുകൾ വളരെ ഉപദ്രവകാരിയാണ്, യൗവനം വളരെ അപകടകാരിയാണ്, പ്രഭുത്വം വളരെ ശല്യമാണ്, അവിവേകം വലിയ ശല്യമാണ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും വലിയ ആപത്താ ചേഷ്ട. പിന്നെ ഈ നാലും കൂടെ ഉള്ള ഇയാളുടെ കാര്യം പറയണോ എന്ന് പറഞ്ഞു എന്നോട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾ പോയത്. ആ ഗദയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭീഷണനെ കണ്ടു കോപാവിഷ്ടനായി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശക്തിയായുധം എന്ന് പറയുന്ന ഒരു ആയുധം. ആ ശക്തിയായുധത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. പണ്ട് കല്യാണത്തിൻ്റെ അവസരത്തിൽ മയനെന്ന അസുരൻ വിവാഹ അവസരത്തിൽ വിവാഹ സമ്മാനമായിട്ട് നൽകിയതായി ശക്തി എന്ന് പറഞ്ഞ ആയുധം. ആ ശക്തി ആയുധം എടുത്ത് പ്രയോഗിച്ചു. അതൊരിക്കലും പാഴായി തീരില്ല. വിഭീഷണൻ്റെ നേരെ ജ്വലിച്ചുകൊണ്ട് വരുന്ന ആ ആയുധം, ശക്തിയായുധം എന്ന് പറയുന്ന വേലിനെ കണ്ടിട്ട് വേലാത് ഉടനെ ലക്ഷ്മണൻ വില്ലുമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കയറി നിന്നു. ഈ വിഭീഷണൻ്റെ മുകളിൽ കയറി നിന്നു. എൻ്റെ ദേഹത്ത് വിടോട്ടെ, ഞാൻ സംരക്ഷിക്കുന്ന എൻ്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായി എന്നെ ആശ്രയിച്ചും വന്ന വിഭീഷണനെ മരിക്കുന്നതിന് പകരം ഞാൻ മരിച്ചോട്ടെ എന്നുള്ള പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്ന് പറഞ്ഞ് ആ ആയുധം വന്ന് ഇയാളുടെ ദേഹത്താകട്ടെ വീണത്. അങ്ങനെ വീണ് ഇയാൾ വിഭീഷണങ്ങ് വീഴുകയാണ് ചെയ്തത്. ലക്ഷ്മണൻ നേരെ മാറിടത്തെ പിളർന്നു എന്നാണ് പറയുന്നത്. നെഞ്ചത്ത് കൊണ്ട് പിളർന്ന് അവിടെ വീണു. അങ്ങനെ കിടക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം വരാം.